ലോകമെന്ന് ഗുരു പറഞ്ഞ കല നിറഞ്ഞ അറിവിനെ നീ അറിയുക, പറയുക, പോരാടുക, ചിന്ത ചീന്തി മൂർച്ചയേകി തിന്മയെ തകർക്കുക നീ. ലോകമേ നിങ്ങളൊന്നിങ്ങ് ശ്രദ്ധിക്ക്, നിങ്ങ നമ്മ എല്ലാരും ഒന്നിക്ക്. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി വേണം, ജോലി വേണം. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്ന് നല്ലൊരു സ്റ്റഡി ആയിരുന്നു. രാവിലെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു, ഒരു റെസിസ്റ്റൻസ് പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആയത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതിൻ്റെ ശേഷം നിഫ്റ്റി ഒരുമാതിരി ചതിയാണ് ചെയ്തത്. നിഫ്റ്റി എന്ത് ചെയ്ത്, ഒരു റീട്രേസ്മെൻ്റ് ഒന്നും ഇല്ലാതെ, ട്രാപ്പും റീട്രേസ്മെൻ്റ് ഒന്നും ഇല്ലാതെ സെല്ലിങ് നേരെ സെല്ല് ചെയ്ത് പോരുമായിരുന്നു. നിഫ്റ്റിയിൽ അതിന് വേറെ എന്ത് ചെയ്തു, നിഫ്റ്റിയിൽ ഇവിടെ കുറച്ച് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് തിരിച്ചിങ്ങനെ വന്ന്, കുറച്ച് സെല്ലേഴ്സിനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഹൈ ഒന്നും ബ്രേക്ക് ചെയ്യണമല്ലോ, താഴത്തേക്ക് സെല്ല് ചെയ്യാനുള്ളൊരു ഇതില്ല. ഹൈ ബ്രേക്ക് ചെയ്ത് ആരെങ്കിലും ട്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് സെല്ല് ചെയ്യേണ്ടത്. ഞാൻ ഇവിടുന്ന് നിഫ്റ്റീനെ മാത്രം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു കോൾ പൊസിഷൻ ഉണ്ടാക്കി. ആ കോൾ പൊസിഷൻ കുറച്ച് പ്രോഫിറ്റ് കാണിച്ചു, പിന്നെ അത് ഒറ്റയടിക്ക് എസ് എൽ അടിച്ചു. സെയിം ടൈം നിഫ്റ്റിയിലും 50 പോയിൻ്റ് എസ് എൽ വെച്ചത് അപ്പോൾ തന്നെ വന്ന് അടിച്ച്. ഒരു റീട്രേസ്മെൻ്റ് ഒന്നുമില്ല, നൈസ് ഫോളാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ചിങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് ഈ താഴത്തേക്കുള്ള ഒരു ചെറിയൊരു പൊസിഷന് രണ്ടിലും ഞാൻ പിടിച്ചു. മുഴുവനായിട്ട് എടുത്തില്ല, ജസ്റ്റ് എനിക്ക് കുറച്ച് ലോസ് ഉണ്ടായിരുന്നത് കവർ ചെയ്ത്, ഒരു 1500ഉം ഒരു 1000ഉം ലോസ് ഉണ്ടായിരുന്നു. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊസിഷൻ എടുത്തു. അത് അതിൽ പ്രോഫിറ്റും വന്നു, ഒരു 2800 പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ സ്റ്റഡി എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. 15 മിനിറ്റ്സ് ഒക്കെ എടുക്കാം, 15 മിനിറ്റ്സിലുണ്ട്. ഇവിടെ ഇങ്ങനൊരു ട്രെൻഡ് ലൈനും ഇതായിരുന്നു രാവിലത്തെ സ്റ്റഡി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു ട്രാപ്പ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ സെല്ല് ചെയ്യാമെന്നില്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്ലാന്. പക്ഷേ അവിടെ അങ്ങനെ ഒരു ട്രാപ്പ് സിറ്റുവേഷൻ ഒന്നും അല്ല, ഡയറക്റ്റ് സെല്ലിംഗ് ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു 46,000 ഒരു ലെവലുണ്ട്, അതൊക്കെ ഷടപടയാറിന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനില്ലേ, ഈ ട്രെൻഡ് ലൈനിൻ്റെ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 2 പോസിബിലിറ്റീസ് ആണല്ലോ. ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ബയേഴ്സ് വരും, ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ വരും. പക്ഷെ ഞാൻ നോക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് താഴത്ത് പോയിട്ട് ഇവിടൊക്കെ എത്തിയിട്ട് ഒരു ട്രാപ്പ് സിറ്റുവേഷൻ എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുകളിലേക്കുള്ള കോൾ പൊസിഷൻ നോക്കാമെന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് ഇടുന്ന ഇവിടുന്ന് ബയേഴ്സ് വരും. അപ്പോൾ അവരെ റിമൂവ് ചെയ്യാൻ എന്തായാലും താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു മുകളിലേക്കുള്ള ഒരു ട്രാപ്പ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഈ വലിയ സെല്ലിങ് കണ്ട് സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ സെല്ല് ഇതിൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്കുള്ളൊരു കോൾ പൊസിഷന് ചെയ്യാൻ പറ്റും. എന്തായാലും ഇന്ന് വലിയൊരു പ്രോഫിറ്റും വലിയൊരു ലോസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രേഡും കൂടി നോക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ബ്രേക്ക് ഇവൻ ആവും, അല്ലെങ്കിൽ ഒരു ചെറിയ ലോസ് എന്തെങ്കിലും, അത്രേ ഉള്ളൂ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും ചെയ്യും. കാരണം ഇവിടെ കുറേ ആൾക്കാർ സെല്ല് ചെയ്ത ആൾക്കാരല്ലേ, അവർ എസ് എൽ ടാർഗറ്റ് ചെയ്താൽ നല്ലത്. അപ്പോൾ എന്തായാലും നിഫ്റ്റിയിലും ഇതുപോലെ തന്നെ, ഏകദേശം ഇതേപോലെ തന്നെ. നിഫ്റ്റിയിൽ ഈ റിവേഴ്സിൽ വന്നത് ഈ ഓവറോൾ ഈ ഒരു മൊമെൻ്റ് അല്ലേ, ഈ ഒരു സ്വിങ്ങിൻ്റെ 50% എന്നാണ് ഈ റിവേഴ്സിൽ വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓവറോൾ ട്രെൻഡ് മുകളിലേക്കുള്ള ട്രെൻഡാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു മുകളിലേക്കുള്ളൊരു എന്തെങ്കിലും ഒരു അപ്പ് മൂവ് വരണം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് വരുന്നൊന്നും തോന്നുന്നില്ല. ഞാനിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യണതും ഈ നിഫ്റ്റിയിലൊക്കെ ഇത്ര ഫോളോ ചെയ്തപ്പോൾ നിഫ്റ്റിൻ്റെ ഒരു ഈ ഒരു 50% ലെവൽ വരെ ഒക്കെ വരുന്നൊരു ഇത് എക്സ്പെക്റ്റ് ചെയ്യണം. മുഴുവനായിട്ട് ഈ ടോപ്പ് വരെ പോകുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രീവിയസ് ഡേ ലോ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ട്രാപ്പ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് മുകളിലേക്കുള്ള ഒരു ട്രേഡ് കിട്ടും. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഈ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആവുന്നില്ല. താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആവാതെ ഇവിടുന്ന് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കയറി ബൈ ചെയ്യണത് ശരിയല്ല. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാനുള്ളൊരു അവസ്ഥയും ഇല്ല. കാരണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ട്രെൻഡിങ് ഓയിൽ ഉണ്ടോ,
കോൾ റൈറ്റ് ചെയ്ത ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പുട്ട് സെൽ ചെയ്ത ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും ഒരു കയറ്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യം. ഇത് പക്ക ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ആകെ 98,000 എങ്ങാനാണ് ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഇത് വന്നത്. ബാക്കിയൊക്കെ കോൾ റൈറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ട് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഇതിൽ നിഫ്റ്റിയിൽ അതുപോലെ തന്നെ കോൾ റൈറ്റ് ചെയ്ത ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പുട്ട് റൈറ്റ് ചെയ്ത ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെയും കുറച്ചൊരിതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഇന്നിപ്പോൾ മുകളിൽ നിന്ന് ബ്രേക്കൗട്ട് വന്നു ബൈ ചെയ്ത ആൾക്കാരെ ട്രാപ്പ് ചെയ്തു വരും. അപ്പോൾ ഇനി ഇതിലിപ്പോൾ SL അടിക്കാൻ ബാക്കിയുള്ള അങ്ങനെ എവിടെ വെച്ചാൽ ഈ ലോൻ്റെ കടയിൽ SL അടിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യാൻ കയറി ചോദിച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു 50% ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവിടെ വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് ബയേഴ്സിനെ ഇരുത്തിയിട്ട് ഒരു 50% ലെവലിൽ എത്തുമ്പോൾ ഇവിടെ എന്തെങ്കിലും കൂടുതൽ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണ പോലെ 46,000 ഉണ്ട് ഇവിടെ. 46 സൈക്കോളജിക്കൽ ലെവലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾക്കൊരു ബ്രേക്ക് ഔട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് ഇത് തിരിച്ച് താഴത്തേക്ക് ഇവരൊക്കെ SL അടിക്കാൻ വേണ്ടി താഴത്തേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് താഴത്തേക്ക് പോകുന്നത് പറയാനുള്ളതിൻ്റെ വേറൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈ 5 പോയിൻറ്റിൻ്റെ ഏരിയ നിന്നാണ് ഈ റിവേഴ്സൽ വരുന്നത്. പിന്നെ ഹൈ ക്രിയേറ്റ് ചെയ്ത ലോ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ലോ കഴിഞ്ഞ 2 ദിവസം മുന്നേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബെയറിഷ് മോഡലിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവിടുന്ന് ബയേഴ്സിനെ ഇരുത്തിയിട്ട് ഈ ഒരു VWAPൻ്റെയും ഈ 50%-ൻ്റെ ലെവലിൽ വന്നിട്ട് ഇവിടെ കുറച്ചും കൂടി ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. 46,000-ൻ്റെ മുകൾക്ക് ബ്രേക്കൗട്ടാണെന്നുള്ള രീതിയിൽ ബയേഴ്സിനെ ഇരുത്തിയിട്ട് താഴത്തേക്ക് നല്ലൊരു സെൽ ഓഫ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം, അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്താവും നോക്കാം. ഇതൊക്കെ പ്രഡിക്ഷനാണ്. അതുപോലെ നടന്നാൽ നല്ലത്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇന്ന് വലിയ കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ. ഒരു 2,800 ഉണ്ട്. പക്ഷേ ഇന്ന് ട്രേഡ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ. ഇന്നത്തെ ബ്രോക്കറേജ് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് മാർജിൻ 240 റുപ്പീസാണ്. അപ്പോൾ 240 റുപ്പീസാണ് എൻ്റെ മാക്സിമം ലിമിറ്റ്. പക്ഷേ ഞാൻ ഒറ്റ ട്രേഡും കൂടി എടുക്കും. അത് നല്ലൊരു ട്രേഡ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അനലൈസ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ പ്ലാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടുന്ന് താഴത്തേക്കൊരു ബ്രേക്ക് ഡൗൺ വന്നിട്ട് മുകൾക്ക് കോൾ പൊസിഷൻ ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പ്രീമിയത്തിൻ്റെ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ 2 പുട്ടിൻ്റെ പ്രീമിയം ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ അല്ലല്ലോ, കോളിൻ്റെ പ്രീമിയം ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു ട്രാപ്പ് പറഞ്ഞിട്ട് കോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ VWAP ഉണ്ട്. VWAPൽ ഓൾമോസ്റ്റ് സപ്പോർട്ട് അടിച്ചിട്ട് താഴത്തേക്ക് വരും. പിന്നെ നിഫ്റ്റിയിലും അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പൊന്നും ഇല്ല. ആകെ എത്ര പോയിൻറ്റിൻ്റെ ഉള്ളൂ എന്നറിയാം, ഒരു 28 പോയിൻ്റൊക്കെ ഉള്ളൂ. ഇത് 250 ലെവലിലൊക്കെ പ്രീമിയം വരുന്ന ബാങ്ക് നിഫ്റ്റീൻ്റെതാണ്. അതിൽ ഇത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ കുറച്ച് ബയേഴ്സിനെ ഇവിടുന്ന് ഇരുത്തിയിട്ട് കുറച്ച് ബയേഴ്സിനെ കൊണ്ടുവന്ന് ഈ ഒരു ലെവൽ വരെ എത്തിക്കും. എന്നിട്ട് ഇവിടുന്ന് പിന്നെ സെൽ ഓഫ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഒക്കെ അത് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. കോൾ പൊസിഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ പേടിക്കേണ്ടതെന്ന് വെച്ചാൽ നിഫ്റ്റി ഒന്നും ഒരു റീട്രേസ്മെൻറ്റേ തരുന്നില്ല. ഒരു 5% അല്ല 50%-ൻ്റെ റീട്രേസ്മെൻ്റ് ഒന്നും എവിടെയും വന്നിട്ടില്ല. ഒക്കെ നേരെ കുത്തനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ പുതിയ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ VWAPൻ്റെ ഈ ടോട്ടൽ ഏരിയൻ്റെ 50%-ൻ്റെ ഈ ഏരിയയിലൊക്കെ എത്തിയിട്ട് എന്തെങ്കിലും ഒരു ട്രാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ളൊരു സെൽ ഓഫാണ് പുതിയ പ്ലാൻ. മറ്റേ പ്ലാനൊക്കെ മായ്ച്ച് കളഞ്ഞേക്കുക. ഓക്കെ, ഒരു റീട്രേസ്മെൻറ്റും തരാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ പോകുമെന്ന് പറഞ്ഞത് ഇവിടെ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്തു. എന്തായാലും ഇവിടുന്ന് സെല് ചെയ്യാൻ പറ്റൂല. ഇവിടുന്ന് സെല് ചെയ്താൽ ചിലപ്പോൾ ഇത് തിരിച്ചു കൊടുക്കും. ഞാൻ നല്ലൊരു ഹൈ ലെവലിൽ ഏതെങ്കിലും ഒരു ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സെല് ചെയ്യണുള്ളൂ. ഞാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒക്കെ നോക്കി രാവിലെ മുതലേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 0.2-ൻ്റെ ഒക്കെ എത്ര റീട്രേസ്മെൻറ്റ് വന്നിട്ടുള്ളൂ. തിരിച്ചും ഫോളോ ആയി. ഇവിടുന്ന് ഒരു 0.2 നല്ല ട്രെൻഡാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് ഇതും വരുന്നുണ്ട്. പുട്ട് സൈഡിൽ നിന്ന് ആൾക്കാർ എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൾ സൈഡിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ചെറിയൊരു ഡിപ്പ് ഇവിടെ കാണുന്നത്.
സെയിം തന്നെയാണ് ഇതിലുള്ളത്, ബാങ്ക് നിഫ്റ്റിയിലും ഉള്ളത്. കോള് റൈറ്റ് ചെയ്തൊരു മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നാളത്തേക്കുള്ള ഒരു ട്രാപ്പ് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുണ്ടോ, കോള് മാത്രമേ ഉള്ളൂ, പുട്ടൊന്നും ഇല്ല. ഫുൾ ഡേയിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കോൾ റേറ്റിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. പുട്ട് വളരെ കുറവാണ്. 24-3 ഒക്കെയാണ് കേട്ടോ ഈ റേഷ്യോ ഉണ്ട്. 24 crore to 3 crore സംതിങ് ആണ് റേഷ്യോ ഇരിക്കുന്നത്. കോൾ സൈഡ് താഴത്തേക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാർ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അടുത്ത നല്ലൊരു ഇത് പറയണത് അറിയില്ല, നോക്കാം. എന്തായാലും നല്ല മുകളിൽ നിന്നൊരു നല്ലൊരു ലെവലിൽ സെല്ല് ചെയ്യാനൊരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാം. അല്ലെങ്കിൽ താഴത്തുനിന്ന് എന്തായാലും ഞാൻ സെല്ല് ചെയ്യണില്ല. താഴത്തുനിന്ന് സെല്ല് ചെയ്താൽ ചിലപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന റീട്രേസ്മെൻ്റ് അങ്ങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ പണി പാളും. എപ്പോഴും ഈ മുകളിൽ നിന്ന് സെല്ല് ചെയ്യണതന്നെ നല്ലത്. ഞാൻ ഇവിടുന്ന് വേണമെങ്കിൽ എനിക്ക് മറ്റേ നേരത്തെ പറഞ്ഞ പ്ലാൻ പോലെ ഇവിടുന്ന് ഇതൊരു ട്രാപ്പ് പോലെ കൺസിഡർ ചെയ്തിട്ട് മുകളിലേക്ക് ആക്കാറുണ്ട്. പക്ഷേ ട്രെൻഡ് ഭയങ്കര ഒബ്വിയസ് ആണ്. താഴത്തേക്കാണെന്ന് ഭയങ്കര ഒബ്വിയസാണ്. കാരണം ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഇവിടുന്ന് മുകളിൽ നിന്ന് ഈ ഫാള് വന്ന് 0.5% റീട്രേസ്മെൻറ്റ് വന്നിട്ട് ഇത് തിരിച്ച് താഴത്തേക്ക് പോകാനല്ലത്. ഇവിടെ ഈ SL ഒബ്വിയസ് ആണ്. ഇപ്പോൾ ഈ ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു. ഉണ്ടോ, ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇവിടെ വരെ ഉണ്ട്. ഈ ഗ്യാപ്പും കൂടി അങ്ങ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ എന്തായാലും. പക്ഷേ ഇങ്ങനെ കോള് സെല്ല് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് സെല്ല് ചെയ്തിട്ട് കാര്യമില്ല. ഇവർ കുറച്ച് ഇത് എന്തെങ്കിലും മുകൾക്ക് കൊണ്ടുവന്നിട്ട് ടൈമുണ്ട്. എത്ര 11:49 ആയിട്ടുള്ളൂ, 11:50 ആയിട്ടുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ഒരു മുകളിലൊരു ലെവൽ വരെ കൊണ്ടുവന്ന് കുറച്ച് എങ്ങനെ കൊണ്ടുവരാന്ന് വെച്ചാൽ പതുക്കനെ ബയേഴ്സിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ പതുക്കനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ SL വരും. ആ SL വരുമ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. ഈ ഒരു ഏരിയയിലൊക്കെ എത്തുമ്പോൾ VWAPൻ്റെ ഏരിയ ഈ 0.5ൻ്റെ ഏരിയയിലെത്തുമ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്യും. എക്സ്പെക്റ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തേക്ക് ഉള്ളൊരു സെല്ലിങ് പൊസിഷനാണ് പ്ലാൻ ചെയ്യണം കേട്ടോ. ഓക്കെ അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഈ ഒരു ഇത്ര വലിയൊരു റീട്രേസ്മെൻ്റ് ഒന്നും നിന്ന് കിട്ടിയില്ല എനിക്ക്. ഇത് നിഫ്റ്റിയൊക്കെ ഉണ്ടില്ല, രാവിലെ മുതലേ ഫോളോ ചെയ്ത് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക, ഈ ഒരു സ്വിങ്ങില്ലേ, ഈ ഒരു സ്വിങ്ങിൻ്റെ 50%-ൽ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഞാൻ ഈ സ്വിങ്ങിൻ്റെ ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്ത് ഹോൾഡ് ചെയ്ത് കുറേ നേരം ഹോൾഡ് ചെയ്ത് സെയിം ടൈമിൽ ഇതിലും നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഇവിടെ ഈ ഇതിലൊന്ന് സെല്ല് ചെയ്ത് ഹോൾഡ് ചെയ്ത് അങ്ങോട്ട്. അതിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, ഒരു 9,016. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ലോസും ഉണ്ട്, ചെറിയ ലോസ് ഉണ്ട്. ഒരു വലിയ ലോസ് ഉണ്ട്, ഒരു 5Kൻ്റെ ഒരു ലോസ് ഉണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ച് മുകളിലേക്ക് പോണതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം വെറുതെ ഇരുന്നപ്പോൾ എന്തേലും പണി വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കിയത്, അത് മൂഞ്ചിപ്പോയി നല്ല രീതിയിൽ. അപ്പോൾ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് കുറച്ച് അങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ ലാസ്റ്റത്തെ ആ പുട്ടിൽ ഒരു 11K സംതിങ് പ്രോഫിറ്റ് കിട്ടി. പിന്നെ ബാങ്ക് നിഫ്റ്റിയിലാണിത് കൂടുതൽ കിട്ടിയത്. ബാങ്ക് നിഫ്റ്റി അത്രക്കണ്ട് നീങ്ങിയില്ല. ഞാൻ ക്വാണ്ടിറ്റിയും കുറച്ച് കൂട്ടിയെടുത്ത് ഒരു 200 ക്വാണ്ടിറ്റി ഇതിലും ആവറേജ് ചെയ്ത് എടുത്തതാണ്, സെയിം ടൈമിൽ എടുത്തല്ല. നല്ല നമ്മുടെ ഡയറക്ഷനിലാണ് പോകണമെന്ന് കണ്ടപ്പോൾ, ഈ ഡയറക്ഷനിൽ തന്നെയാണ് പോകണമെന്ന് കണ്ടപ്പോൾ ഞാൻ ഏതൊരു സ്ഥലത്ത് എത്തിയപ്പോൾ കുറച്ച് ആവറേജ് ചെയ്തു. അപ്പോൾ ഒരു 15K വരെയൊക്കെ പ്രോഫിറ്റ് പോയിരുന്നു. പിന്നെ തിരിച്ചിപ്പോൾ ലാസ്റ്റ് ഒരു ക്യാൻഡിൽ എത്തിയപ്പോൾ തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ പിന്നെ എക്സിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഉണ്ടോ ലാസ്റ്റ് ഈ താഴെ വരെ ഞാൻ ഹോൾഡ് ചെയ്തിരുന്നു, ഇവിടെ വരെ ഹോൾഡ് ചെയ്ത് തിരിച്ചത് മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ പിന്നെയും പ്രോഫിറ്റ് കുറയണ കണ്ടപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ, വെറുതെ ഹോൾഡ് ചെയ്തിട്ട് ഇനി ഒന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഐസിൽ ഒരു 9K സംതിങ് ഒക്കെ ആയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ്. ഇന്ന് ഒരു സുഖമല്ല, ഇന്ന് കുറേ ട്രേഡ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇന്ന് ഓർഡറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 29 സക്സസ്ഫുൾ ഓർഡർ 29. ഞാൻ കുറേ സ്കാൽപ്പ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു. കുഴപ്പമില്ല. എന്തായാലും GG ബോയ്സ്.